ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റുമാണ്. എന്തായാലും നമുക്ക് ആദ്യം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളെല്ലാം പറഞ്ഞൊരു കാര്യമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ പുതിയ കോച്ചായിട്ട് ജോസെ മൊളീനയെ നിയമിച്ചത്. അദ്ദേഹം നേരത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കോച്ചായിരുന്നു. വീണ്ടും അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കോച്ചായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാക്ഷാൽ സ്പെയിൻ നാഷണൽ ടീമിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് ഇരുന്നിട്ടാണ് അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് വരുന്നത്. സ്പെയിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് ഇരുന്നതിന് ശേഷം അതായത് അവിടുന്ന് പുറത്താക്കിയ ശേഷം അദ്ദേഹം വേറെ എങ്ങോട്ടും പോയിട്ടില്ല. അത് ഇനി ഡയറക്റ്റ് വരുന്നത് ഒരു ഇന്ത്യൻ ക്ലബ്ബിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. നമുക്കറിയാം സ്പെയിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് അദ്ദേഹം ഇരുന്നുകൊണ്ട് തന്നെ കുറേയധികം സ്പെയിൻ താരങ്ങളെ അദ്ദേഹത്തിന് പരിചയമുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പരിചയത്തിൽ മികച്ച സ്പെയിൻ താരങ്ങളെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് എത്തിക്കാൻ സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അവസാനമായിട്ട് പറഞ്ഞു കേട്ടൊരു പ്രധാന താരം എന്ന് പറയുന്നത് മരിയോ ഗാസ്പറിൻ്റെ പേരാണ്. അദ്ദേഹം 3 മത്സരങ്ങൾ സ്പെയിൻ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. 33 വയസ്സുണ്ട്. സെൻറ്റർ ബാക്കാണ്. ഇപ്പോൾ ലാലിഗ സെക്കൻഡ് ഡിവിഷനിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് 8 കോടി രൂപയാണ്. എന്തായാലും അദ്ദേഹത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ടീമിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അതായത് റൂമറായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ചിലപ്പോൾ വരാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ജോസെ മൊളീനയ്ക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനും താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ നടന്ന ISL നടന്നിട്ടുള്ള വൺ ഓഫ് ദി ടോപ്പ് സൈഡിക്കായിരിക്കും. ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു കസ്റ്റോഡിയനെ സൈൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് സോം കുമാർ എന്നാണ്. അത് ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഏതാണ്ട് 19 വയസ്സ് മാത്രമാണ്. ഒളിമ്പിയ എന്ന് പറയുന്ന സ്ലൊവേനിയയുടെ യൂത്ത് ടീമിൽ നിന്നാണ് അദ്ദേഹം എത്തുന്നത്. എന്തായാലും ഒരു യൂറോപ്യൻ രാജ്യത്ത് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ്. അതായത് 13 മത്സരങ്ങൾ കഴിഞ്ഞ സീസണിൽ ആ ഒരു ടീമിന് വേണ്ടി കളിച്ചു. ആ 13 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 6 ക്ലീൻ ഷീറ്റുകളും അത് ഇതിൻ്റെ കയ്യിലുണ്ട്. പിന്നെ സാഫ് അണ്ടർ-20 ടീമിലൊക്കെ അദ്ദേഹം അംഗമായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4 വർഷത്തേക്കാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടൊരു നല്ല കാര്യമാണ്. അതായത് നമ്മൾ ബംഗളൂരു FC ഒക്കെ സൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ടോപ്പ് ക്വാളിറ്റി പ്ലേസിനെയൊക്കെ കാണുമ്പോൾ ഒരു 5ഉം 4ഉം വർഷത്തേക്കൊക്കെ സൈൻ ചെയ്യും. എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ഗുർപ്രീത് സിങ്ങിൻ്റെ കാര്യവും സുനിൽ ഛത്രിയുടെ കാര്യമൊക്കെ എങ്ങനെയാണ്. അതായത് സുനിൽ ഛത്രിയൊക്കെ അവർ ലോങ് ടൈം കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗുർപ്രീത് സിങ്ങിനെ അവർ ആദ്യമായിട്ട് സൈൻ ചെയ്യുമ്പോൾ ഏതാണ്ട് 5 വർഷത്തെ കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്യുന്നത്. സോ ആ ഒരു താരം അവരുടെ ടീമിൽ നിന്ന് പോകാൻ പാടില്ല. അത്ര ക്വാളിറ്റിയുള്ള താരമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ വലിയൊരു കോൺട്രാക്റ്റുകളുടെ ഇങ്ങനെയുള്ള താരങ്ങൾ കൊടുക്കുന്നത്. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു താരമായതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രയും വലിയൊരു കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും കൊടുക്കില്ല.